ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇനി അവശേഷിക്കുന്നത് 12 ദിവസങ്ങൾ മാത്രമാണ്. ഈ 12 ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് പറ്റും. അതിന് ആദ്യം ചെയ്യേണ്ടത്, ഡിഗ്രി പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നോക്കേണ്ട 30 ചോദ്യപേപ്പറുകൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയാണ്, കഴിഞ്ഞ വർഷത്തെ നിലവിൽ എത്ര പേരാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നത്, എത്ര പേർക്ക് നിലവിൽ നിയമനം ലഭിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് രണ്ടാമത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും അതേപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു എക്സാം എഴുതുമ്പോൾ എത്ര മാർക്കിന് മുകളിലേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു സേഫ് സോണിൽ എത്തും എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിലും അതേപോലെ തന്നെ കോർ സബ്ജക്റ്റിലും നിങ്ങൾ എത്ര മാർക്കാണ് വാങ്ങേണ്ടത്. ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ നാളെ എൻ്റെ ചാനലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററിലേക്കോ ഉള്ള ഇൻവിറ്റേഷനോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം 30 ചോദ്യപേപ്പറുകൾ ഏതൊക്കെയാണെന്നുള്ളത്, ഓരോന്നിൻ്റെയും കാറ്റഗറിയും അതേപോലെ തന്നെ എന്നാണ് ഇതിൻ്റെ എക്സാം നടന്ന ഡേറ്റ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിലവിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും PDF നമ്മുടെ തന്നെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിക്ക് PSC ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫയൽസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാം, അതേപോലെ തന്നെ ഇത് ആൻസർ ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അതായത് 30 ചോദ്യപേപ്പറുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുടെയും ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ അതും നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഏകദേശം ഒരു 3 ചോദ്യപേപ്പറുകൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 10 ദിവസം കൊണ്ട് 30 ചോദ്യപേപ്പറുകളും ബാക്കി 2 ദിവസം നമുക്ക് റിവിഷന് വേണ്ടിയും മാറ്റി വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 38/2024 കോമൺ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ സ്റ്റേജ് 1 ആണ്. രണ്ടാമത്തെ 47/2024 കോമൺ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ സ്റ്റേജ് 2. മൂന്നാമത്തെ 71/2024 കോമൺ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ സ്റ്റേജ് 3 ആണ്. 102/2024 സെയിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 2024. 127/2024 SI മെയിൻസ് എക്സാം ആണ് 2024. ആറാമത്തെ 146/2024 അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസർ 2024. 149/2024 അസിസ്റ്റന്റ് മാനേജർ KSCB മെയിൻ ആണ് 2024. എട്ടാമത്തെ 152/2024 മാർക്കറ്റിംഗ് ഓർഗനൈസർ ആണ് 2024 നടന്ന എക്സാം. അടുത്തതാണ് 115/2024 എക്സൈസ് ഇൻസ്പെക്ടറുടെ എക്സാം ആണ്. പത്താമത്തെ 31/2023 കോമൺ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ സ്റ്റേജ് 1 2023. 37/2023 കോമൺ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ സ്റ്റേജ് 2 2023. 47/2023 കോമൺ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3 2023. അടുത്ത് നമുക്ക് നോക്കാം 60/2023 ആണ് ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. അടുത്തത് 76/2023 അസിസ്റ്റന്റ് ഗ്രേഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ 2023. 97/2023 ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ SR 2023. 158/2023 SI ഇൻസ്പെക്ടർ 2023. 72/2023 സീനിയർ സൂപ്രണ്ടന്റ് 2023. 82/2023 കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ 2023. 94/2023 ടെലഫോൺ ഓപ്പറേറ്റർ. 128/2023 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2022. 101/2022 കോമൺ പ്രിലിമിനറി എക്സാം 2022. 116/2022 കോമൺ പ്രിലിമിനറി എക്സാം 2022 സ്റ്റേജ് 2. 127/2022 കോമൺ പ്രിലിമിനറി എക്സാം 2022 സ്റ്റേജ് 3. 117/2023 SI മെയിൻ എക്സാം 2022. 118/2023 സീനിയർ സൂപ്രണ്ടന്റ് അസിസ്റ്റന്റ് ട്രഷറി ഓഫീസർ 2022 ആണ്. 25ാമത്തെ 118/2023 സീനിയർ സൂപ്രണ്ടന്റ് അസിസ്റ്റന്റ് ട്രഷറി ഓഫീസർ 2022. അടുത്തത് അസിസ്റ്റന്റ് ജയിലർ ആണ് ഗ്രേഡ് 1 2022. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് 120/2022. 122/2022 എക്സൈസ് ഇൻസ്പെക്ടർ 2022. 123/2022 ജൂനിയർ റിസപ്ഷനിസ്റ്റ് ആണ്. 130/2022 അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ്
നാഷണൽ സേവിങ്സ്, 131/2022 അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ട്രിബ്യൂണൽ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള 30 എക്സാമുകൾ എന്ന് പറയുന്നത്. മക്കളെ, നമുക്ക് കഴിഞ്ഞ 2022, 2023, 2024 ഈ 3 വർഷങ്ങളിലെയും ഡിഗ്രി കോമൺ പ്രിലിമിനറി എക്സാം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 to 55 മാർക്കാണ് നിലവിൽ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രിലിംസ് നമ്മൾ പാസ്സാവുക, അതിനുശേഷമാണ് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിലിംസ് പാസ്സാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് നമുക്ക് 50 to 55 മാർക്ക്, അപ്പോഴും നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 40 മാർക്കോളം നമുക്ക് അവിടെ എന്ത് ചെയ്യാം, 40 ക്വസ്റ്റ്യൻസോളം നമുക്ക് അവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്ന കോർ സബ്ജക്റ്റും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് അതേപോലെ തന്നെ GK ഇത്രയും സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് വാങ്ങേണ്ട മാർക്ക് എന്ന് പറയുന്നത് 50 to 55 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് സോണിലാണ്. പക്ക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രിലിംസ് പാസ്സാവാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ എന്തിലേക്ക് പോകേണ്ടത്, മെയിൻസിലേക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ നിലവിൽ ചെയ്യാനായിട്ട് പോകേണ്ടതെന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തെ GK പോർഷൻസും അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഇംഗ്ലീഷ്, മാത്സ്, മലയാളം കോർ സബ്ജക്റ്റിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പക്ക സെറ്റായിട്ടൊന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. 10 ദിവസമാണ് നമ്മുടെ മുന്നിൽ ഇതിന് വേണ്ടിയിട്ട് അവശേഷിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ ഈ കാറ്റഗറി നമ്പറിൽ വരുന്ന ഇത്രയും എക്സാമുകൾ, അതായത് 30 എക്സാമുകൾ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് 3 വെച്ച് ചെയ്യുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് 30 എക്സാം കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം 2 ദിവസം നമുക്ക് റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കാം. അടുത്ത ദിവസമായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, എക്സാം വരുന്നത്. അത് ചില ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന പോലെ തന്നെ ഒരു ദിവസം വേണമെങ്കിൽ 3, 4, 5 ക്വസ്റ്റ്യൻ പേപ്പർ വരെയും ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാപ്പബിലിറ്റി നിങ്ങൾ നോക്കുക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്രയും സമയം റിവിഷന് വേണ്ടി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്കിതിൻ്റെ അത് പറയാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് 10 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് 30 ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുക. 2 ദിവസത്തിൻ്റെ അകത്ത് 2ാമത്തെ ദിവസമാണ് നമുക്ക് എക്സാം വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആ ഒരൊറ്റ ദിവസം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന 50 to 55 എന്ന് പറയുന്ന ഒരു മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കേണ്ട കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് 2024 നടന്ന എക്സാമുകൾ ഒത്തിരിയുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വന്ന 10th പ്രിലിംസ് അതേപോലെ തന്നെ LDC, LGS മുതലായ എക്സാമുകൾ. അപ്പോൾ അതിൻ്റെ അകത്തെ കറണ്ട് അഫയേഴ്സ് കൂടി ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിനാണെങ്കിൽ നമ്മൾ ഓരോ ഡിസ്ട്രിക്ട് വൈസ് കംപ്ലീറ്റഡ് ആയിട്ട് തീർത്തേക്കണ ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ഫുൾ കംപ്ലീറ്റ് ചെയ്തേക്കണ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്. ഓരോ മന്തിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ മന്തിലും വരുന്ന കറണ്ട് അഫയേഴ്സ് മൊത്തം എടുത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ട് SCRT NCRT സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ഫുൾ കവർ ചെയ്തുകൊണ്ടുള്ള PDF നോട്ടും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പെയ്ഡ് കോഴ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ കിട്ടുന്നത് അതെല്ലാം നമ്മൾ വൺ ക്ലിക്ക് PSC എന്ന ടെലഗ്രാം ചാനലും യൂട്യൂബ് ചാനലും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പഠിക്കാനായിട്ടുള്ളൊരു മനസ്സും കഷ്ടപ്പെടാനായിട്ടുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2025 നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ഒരു സർക്കാർ ജോലി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ PDF നോട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഡിഗ്രി പ്രിലിംസ് അങ്ങനെയുള്ള ബാച്ചുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഏകദേശം 80ഓളം വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതേപോലെ തന്നെ 10th പ്രിലിംസ് അതേപോലെ LDC, LGS അതിനൊക്കെ വേണ്ടിയിട്ട് ഹോട്ട് ടോപ്പിക്സുകൾ ഉൾപ്പെടെ SCRT ചാപ്റ്റേഴ്സിൻ്റെ ഹോട്ട് ടോപ്പിക്സ് എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ ലിങ്ക് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതിനൊന്നും നിങ്ങൾക്ക് 10 പൈസ മുടക്കേണ്ട കാര്യമില്ല, എല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നിലും ഒരു കോംപ്രമൈസ് ഒന്നും വരുത്തിയിട്ടില്ല. പെയ്ഡ് കോഴ്സിൽ തരുന്നതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ക്ലാസ്സും PDF നോട്ടും അതിൻ്റെ റിവിഷനും എല്ലാം സെറ്റ് ചെയ്ത് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ ഇതുവരെയും നിലവിൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് സമയമില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒത്തിരി പേര് നിലവിൽ ഇതിൻ്റെ കൂടെ ജോലിയുടെ കൂടെ പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഈ പറയുന്ന 30 ചോദ്യപേപ്പറുകൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഒന്ന് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് അതേപോലെ തന്നെ എന്താണ് പലരുടെയും വാക്കുകൾ കേട്ട് നിങ്ങൾ പഠിച്ചു, എന്നിട്ട് നിങ്ങൾ എന്ത് നേടി എന്നുള്ളതും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇത് നിങ്ങൾക്ക് 10 പൈസ മുടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമുകളിലും വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.